ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഇത് ഒരു പപ്പടക്കുത്തിയാണ്. നമ്മൾ പപ്പടമൊക്കെ കോരിയെടുക്കൂലേ, അതാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളിയെ എടുക്കേണ്ടത്. ചെറിയ ഉള്ളി തന്നെ എടുക്കണം, വേറെ വലിയ ഉള്ളിയൊന്നും എടുക്കാൻ പാടില്ല. അതിനെ ഇതുപോലെ കൊരുത്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ ചുട്ടെടുക്കാം. പണ്ടൊക്കെ അടുപ്പിലിട്ടൊക്കെയാണ് ചുട്ടെടുക്കുന്നത്, തീക്കനലിട്ടാണ്. ഇപ്പം അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റൗലെസ്സാണ് ചുട്ടെടുക്കുന്നത്. ഇതിൻ്റെ പുറം തൊലി പൊളിച്ചെടുക്കണ്ട, അതോടെ വെച്ച് തന്നെ ചുട്ടെടുക്കണം. എന്തെന്ന് വെച്ചാൽ ആ പുറം തൊലി കരിഞ്ഞ് വരുമ്പോൾ ആ പുറം തൊലി പൊളിച്ചങ്ങ് കളയാം. ഇത്രയാവുമ്പോഴത്തേക്ക് നമുക്കതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം, തണുക്കാൻ വയ്ക്കാം. ഇതേപോലെ ആക്കിയെടുക്കണം. എല്ലാം നല്ലതാണ് കരിഞ്ഞ് വരണം, അകം കരിയൊന്നുമില്ല. ഇതേപോലെ തന്നെ നമുക്ക് മുളകിനെയും കൊരുത്ത് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എത്രത്തോളം എരി വേണം അത് കണക്കാക്കി ചുട്ടെടുക്കണം. ഇതൊന്ന് തിരിച്ചും മറിച്ചുമായിട്ട് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇതിനെ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളിയുടെ മുകളിലുള്ള നമ്മൾ ആ കരിഞ്ഞിരിക്കുന്ന തൊലിയെ ഒന്ന് തൊലിച്ച് കൊടുക്കണം. ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ചെറിയ ചെറിയ കരിയുള്ളത് അവിടെ ഇരിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെ നമുക്ക് മിക്സി ജാറിലിട്ട്, ഇത് അരക്കല്ലുണ്ടെങ്കിൽ അരക്കല്ലിൽ വെച്ചെടുക്കണതാണ് വളരെ നല്ലത്. നമ്മൾ നേരത്തെ ചുട്ടെടുത്തിട്ടുള്ള മുളകും അതിലേക്ക് വേണ്ടി ശകലം പുളിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇനി ശകലം ഉപ്പും കൂടിയിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഞാൻ ശകലമേ ചെയ്തുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് തേങ്ങ എണ്ണ അതിനെ കൂടി ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ചോറ് കഴിക്കാൻ നല്ല അടിപൊളി, ദോശയ്ക്കും ഇഡലിക്കും എല്ലാത്തിനോടും കഴിക്കാനും കൊള്ളാം. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.